വെൽക്കം ടു നിഷാസ് വ്ലോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എനിക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ രാവിലത്തെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ രാവിലത്തെ ക്ലീനിങ് പരിപാടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ ഇപ്പൊ എന്താണെന്ന് അറിയോ, ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചപ്പാത്തിയും പിന്നെ ഉരുളക്കിഴങ്ങും പിന്നെ സവാളയൊക്കെ ഇട്ടിട്ട് ഒരു ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കിട്ടോ. മോൾക്ക് ഇന്ന് ട്യൂഷൻ ഉണ്ട്. അവള് 7 മണിക്ക് പോയിട്ട്, അപ്പൊ 3-4 ദിവസമായി മഴയൊക്കെ ആയതുകൊണ്ട് ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നാണ് ഇപ്പൊ ട്യൂഷൻ പോയിരിക്കുന്നത് കേട്ടോ. അന്ന് 7 മണിക്ക് ട്യൂഷൻ പോയി. ഇന്ന് 2:30 വരെയുണ്ട് കേട്ടോ. അപ്പൊ ഫുഡ് ഒന്ന് കൊണ്ടുപോകണമായിരുന്നു. പക്ഷെ രാവിലെ ഞാൻ എണീക്കാൻ വൈകിട്ട് 5:30 അപ്പൊ എന്തായാലും ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുവരാന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഒരു 12 മണിക്ക് പോണം. അപ്പൊ അവൾക്ക് ഫുഡ് കൊണ്ടു കൊടുക്കാൻ പോണം. അങ്ങനെയൊക്കെയാണ്. അത് രാവിലെ എണീക്കാൻ വൈകിയത് കൊണ്ട് ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ആ സമയത്ത് വെച്ചില്ല, ഇപ്പൊ ഞാൻ വെച്ചു കേട്ടോ. ഇപ്പൊ ചോറൊക്കെ വെച്ചു, ബീട്രൂട്ട് ഉപ്പേരിയും വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ ഈ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് വേണം പോകാനായിട്ട്. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. രാത്രി അല്ല സോറി, അപ്പൊ രാവിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയതിന്റെ ഗോതമ്പ് പൊടി കാര്യങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല കേട്ടോ. മോള് പോയ ശേഷം പിന്നെ കുറച്ചു നേരം ഉറങ്ങിട്ടോ. നേരത്തെ നേരത്തെ അല്ല 5:30 എണീച്ചല്ലേ. അപ്പൊ മോള് പോയി ഭക്ഷണം രാവിലത്തെ മാത്രം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം കിടന്നു ഉറങ്ങിട്ടോ. പിന്നെ ഷോപ്പൊക്കെ തുറന്നു. പിന്നെ അതിന് ശേഷം ചോറ് വെച്ചു, ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ രാവിലെ കുഴച്ച ചപ്പാത്തിയുടെ മാവ് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ വൈകുന്നേരം നമുക്ക് രാത്രിക്ക് വേണമെങ്കിൽ 2 ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ. അപ്പൊ ഞാൻ ബാക്കിയൊന്നും അങ്ങനെ മാവിനിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കേടൊന്നും ഇല്ലല്ലോ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് രാത്രി വേണമെങ്കിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാമല്ലോ. ചിലപ്പോൾ ഞാൻ മാവൊക്കെ കുഴച്ച് വെക്കും കേട്ടോ. അപ്പൊ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രി തന്നെ കുഴച്ചിട്ട് വെക്കാറുണ്ട്, ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ രാവിലെ നേരത്തെ എടുത്ത് പുറത്ത് വെക്കും. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്ത് കേട്ടോ. അടുക്കളപ്പണി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാലേ സമാധാനം ആവുള്ളൂ കേട്ടോ. മെയിനായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. കുറെയൊക്കെ കഴുകി വെച്ചു, ഇനി കുറച്ച് കഴുകാണ്ട്. പിന്നെ കണ്ണമ്മച്ചേച്ചി കടയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ഷോപ്പൊക്കെ തുറന്നു സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാ വന്നത് കേട്ടോ. അപ്പൊ കണ്ണമ്മച്ചേച്ചി ഇനിയിപ്പോ ആരെങ്കിലും വന്നാ വിളിക്കും, അപ്പൊ പോയാൽ മതിയല്ലോ. അപ്പൊ ഇപ്പൊ ഞാൻ ഈ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കുറെ പാത്രങ്ങളുണ്ട് കഴുകാൻ. അപ്പൊ ഞാൻ എന്താ മേലൊക്കെ കഴുകി റെഡി ആയിട്ടോ. പാത്രങ്ങള് ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്തെന്നറിയോ, അപ്പോഴേക്കും സമയമായി. ഞാൻ എന്തായാലും ഫുഡ് കൊടുത്തിട്ട് വന്നിട്ട് പിന്നെ അടുക്കളയിൽ കുറച്ച് പണികളേ ഉള്ളൂ ക്ലീനിങ് ചെയ്യാനായിട്ട്. അപ്പൊ അതെന്തായാലും വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചോട്ടോ. അപ്പൊ ഞാൻ ഫുഡൊക്കെ റെഡിയായി ഓട്ടോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓട്ടോയിലാണെങ്കിൽ വേഗം പോയിട്ട് കൊടുത്തിട്ട് അതിലെന്നെ തിരിച്ചു വരാമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും ഓട്ടോ വരട്ടെ. ഒരു 10 മിനിറ്റ് ആവുമെന്ന് പറഞ്ഞു കേട്ടോ. ഓട്ടോ വിളിച്ചപ്പോ ഞാൻ വേഗം വരുന്ന വിചാരിച്ചു. അപ്പൊ അവരൊരു 10 മിനിറ്റിനുള്ളിൽ വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ നാരങ്ങ ചോറാണ് കേട്ടോ കൊടുക്കണേ. ചോറ് നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് നാരങ്ങ ചോറ് പറയില്ല, അതും പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട് കേട്ടോ. അപ്പൊ അതാണ് മോൾക്ക് കൊടുത്തയക്കുന്നത്. അവൾക്ക് പിന്നെ ചാറൊന്നും വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. വീട്ടിലാണെങ്കിൽ ചാറൊക്കെ വെച്ച് കഴിക്കും. പുറത്ത് സ്കൂളിലേക്ക് ട്യൂഷനൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഉപ്പേരി മാത്രം മതി. അപ്പൊ ഞാൻ എന്തായാലും നാരങ്ങ ചോറ് താളിച്ചിട്ടുണ്ട്. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് താളിച്ചിട്ടുണ്ട്. അപ്പൊ അത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ പോയിട്ട് വരാം. അപ്പൊ അതാ ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് വന്നു കേട്ടോ. ഇവിടെ അടുത്താണ് കേട്ടോ. ഒരു 2 മിനിറ്റ് മതി പോയിട്ട് വരാനായിട്ട് കേട്ടോ. ഓട്ടോയിലാണെങ്കിൽ 2 മിനിറ്റ് മതി. എന്താ ഇവിടെ അടുത്താണ്, അത് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇനിയിപ്പോ പെട്ടെന്ന് വരാല്ലോ എന്ന് പറഞ്ഞിട്ട് ഓട്ടോയിൽ പോയതാണ് കേട്ടോ. നമ്മുടെ അടുത്താണ്, നമ്മുടെ തൊട്ടടുത്താണ്. 2 മിനിറ്റ് മതി. ഓട്ടോയ്ക്ക് ഭയങ്കര ചാർജ് ആയിട്ടാ. അപ്പൊ അതാ ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് വന്നു, വീട് എത്തിയിട്ടോ. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഭയങ്കര ഉറക്കം, ഭയങ്കര തണുപ്പായതുകൊണ്ട് വെറുതെ ഉറക്കം വരിക കേട്ടോ. വെറുതെ ഇരുന്ന് അപ്പൊ ഉറക്കം വരികയാണ്. കടയിലാണെങ്കിൽ ആൾക്കാർ ഭയങ്കര കുറവാണ് കേട്ടോ, മഴയൊക്കെ ആയതുകൊണ്ട്. എന്താ പറയാ, ഇതിപ്പോ അത്യാവശ്യമുള്ള സാധനമൊന്നും അല്ലല്ലോ. ഡെയിലി വാങ്ങിക്കണം എന്ന് പറയാൻ പറ്റില്ല. പച്ചക്കറി സാധനങ്ങളൊന്നും അല്ലല്ലോ. മൺപാത്രങ്ങളും മരുന്നുകളൊക്കെ അല്ലേ. അത് മഴ സമയത്തൊക്കെ സെയില് ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചുമ്മാ ഇരിക്കലാണ് പരിപാടി. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ചുമ്മാ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ രാവിലെ വാഷിംഗ് മെഷീനിൽ തുണിതിട്ടുണ്ടായിരുന്നു. അതിന്റെ ഓർമ്മയില്ല കേട്ടോ. അപ്പൊ അത് വിരിച്ചിടാനുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് വിരിച്ചിടട്ടെ.
ഇതെനിക്ക് എപ്പോഴും മറന്നു പോണ ഒരു കാര്യമാണ് കേട്ടോ. എന്താന്ന് വെച്ചാല് വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടിട്ട് അത് വിരിച്ചിടാൻ എപ്പോഴും മറന്നു പോകും. രാവിലെ ഇട്ട് വെച്ചാൽ ചിലപ്പോ ഉച്ചയാവും, ചിലപ്പോ വൈകുന്നേരം ആവും, ചിലപ്പോ പിറ്റേ ദിവസമൊക്കെ ഞാൻ എടുത്ത് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടാ. എന്താ അറിയില്ല, അതിന്റെ ഉള്ളിലിട്ടാ പെട്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. ഈ തുണികൾ ഉണ്ടല്ലോ വിരിച്ചിടാൻ, അലക്കിയിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുള്ള ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. എന്തായാലും ഇന്ന് ഉച്ചക്കെങ്കിലും ഓർമ്മ വന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. കൊറേ ഉണ്ട് കേട്ടാ, കൊറേ ഇന്നലെ അലക്കിണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരു ബക്കറ്റ് തുണികളുണ്ട്. ഞാൻ പിന്നെ അധികം എല്ലാം വാഷിംഗ് മെഷീനിൽ ഇടും കേട്ടോ. പുതിയത് മാത്രമേ പുറത്ത് അലക്കുള്ളൂ. കളറ് പോണത് അങ്ങനെയൊക്കെ ആണെങ്കിലേ പുറത്ത് അലക്കുള്ളൂ കേട്ടോ. മോള് വന്നിട്ടില്ല കേട്ടോ ട്യൂഷൻ വിട്ടിട്ട്. 2:30 വരെയാണ് ട്യൂഷൻ. 2:30 കഴിഞ്ഞു. സൈക്കിളാണ് കേട്ടോ പോയിരിക്കണേ. അവളിപ്പോ വരും, വരാറായിട്ടുണ്ട്. ഇനി വന്നിട്ട് എന്തൊക്കെ പറയൂ എന്തോ. നല്ല വിശപ്പോട് കൂടി വരും കേട്ടോ. അവൾക്ക് ട്യൂഷൻ സ്കൂളിലേക്കൊക്കെ പോയിരുന്ന എന്തെങ്കിലൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്തെങ്കിലും കഴിക്കണം കേട്ടോ. ഇനിയിപ്പോ വന്നിട്ട് എന്ത് പറയുന്ന അറിയില്ല. ഞാനാണെങ്കിൽ പഴം വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പഴം കഴിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് പഴമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ അവള് വന്നിട്ട് ഇനിയിപ്പോ എന്തൊക്കെയാണെന്ന് അറിയില്ല. ഇനി അവള് വന്നിട്ട് വേണം വേറെ എന്തെങ്കിലും വെക്കണോ അതോ പഴം തന്നെ മതിയോ എന്നൊക്കെ നോക്കാൻ. അപ്പൊ ഞാൻ വന്നിട്ട് വീഡിയോ ഇല്ലേ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു 2-3 വീഡിയോ. അപ്പൊ അതൊന്നും അധികം റീച്ച് ആയില്ല കേട്ടോ. അതിനൊക്കെ ഭയങ്കര വ്യൂ കുറവാണ്. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കുറച്ചെങ്കിലും ആൾക്കാർ കാണുന്നത്. അപ്പൊ ഞാന് ബ്യൂട്ടി ടിപ്സ് ഇടയിൽ ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടി എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മോള് വന്നത് ഇതാ കടന്നോട്ട്. അവൾക്ക് എന്തോ ശരീരം ഭയങ്കര വേദനിക്കുന്നു പറയണു. പനി വരുന്ന പോലെ ഉണ്ട് പറയുന്നു കേട്ടോ. എന്താ പനി ഇല്ല? നോക്കട്ടെ കണ്ടറിയണത്. ചൂടൊന്നും ഇല്ലടി. ചൂട് നോക്കേ. ചൂടൊന്നുമില്ല, പക്ഷെ ശരീരം വേദനിക്കുന്നു. ഞാൻ ചുക്ക് കാപ്പി വെച്ചിട്ട് തരാം കേട്ടോ. ചോറ് കഴിച്ചാ മുഴുവൻ ഞാൻ തന്നയച്ചത്? മതിയാക്കിയാ? ചുക്ക് കാപ്പി വെച്ചിട്ട് തരാം കേട്ടോ. ചുക്ക് കാപ്പി വെച്ചിട്ട് തരാം. അപ്പൊ മോളവിടെ പനി ഇല്ല കേട്ടോ, ശരീരവേദന മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ചുക്ക് കാപ്പി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതപ്പൊ ഞാൻ ചുക്ക് കാപ്പി വെച്ചിട്ടുണ്ട്. ഇത് പാക്കറ്റ് വാങ്ങിച്ചാണ് കേട്ടോ. ചുക്കിന്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നത്, അതാണ് കേട്ടോ സംഭവം. ചുക്ക് കാപ്പിയുടെ പൊടി അതിട്ടിട്ടാണ് കേട്ടോ. അതിട്ടാണ് നമ്മൾ ഉണ്ടാക്കണേ. അപ്പൊ ഇത് കൊടുക്കാം എന്തായാലും. മരുന്ന് കൊടുക്കണേക്കാളും നല്ലതല്ലേ. ചുക്ക് കാപ്പി കൊടുത്ത് ഇത്തിരി ഭേദമായാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അതിനൊന്നാ കാപ്പി കുടിക്കേ. എന്തേ എനിക്ക് കുടിക്കേണ്ട ചൂടേ ഉള്ളൂ, കുടിക്ക്. അത് ചൂട് എന്തെന്നറിയോ, നീ ഒരുപാട് ചൂട് കുടിക്കില്ലല്ലോ. കുടിച്ചു നോക്ക്, അളവായിട്ടുണ്ടോ നോക്ക്. ചൂട് അളവാണോ? കുടിക്ക്. അപ്പം മോള് ട്യൂഷൻ വിട്ട് വന്നപ്പോൾ ചെറുതായിട്ടൊരു ശരീരവേദനയായിട്ട് വന്നു കേട്ടോ. അപ്പം പിന്നെ കുറച്ച് ചുക്ക് കാപ്പിയൊക്കെ വെച്ച് കൊടുത്തു. അവൾ കുടിച്ചിട്ട് അതവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ എല്ലാം ഇവിടെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരമായി, അപ്പോൾ അടിച്ച് വാരി തുടയ്ക്കണം. അപ്പോൾ ആ പണിയിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ചായ ഒന്നും വെച്ചിട്ടില്ല, പാല് വരാൻ സമയമാവും. 5-5:30 ആവും കേട്ടോ പാലൊക്കെ വരാൻ. അപ്പോഴേക്കും ഞാൻ അവിടെ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്ത് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. മോൾക്കിപ്പോൾ പനി മാറി 2 ആഴ്ച ആയിട്ടുള്ളൂ കേട്ടോ. 2 ആഴ്ച മുമ്പ് തന്നെ പനി വന്ന് മാറിയത്. അപ്പോഴേക്കും ഇതാ അടുത്തത്. ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവിടെയും ഈ പനിയും
ജലദോഷം എല്ലാം അവിടെ ഉണ്ട്. അപ്പം മോൾക്ക് ഇത്രയും ദിവസം ഒന്നുമില്ല കേട്ടോ. അപ്പം ഇന്ന് ട്യൂഷന് പോയി വന്നതും തുടങ്ങി. രാവിലെ നല്ല ഉഷാറായിട്ട് പോയതാണ് കേട്ടോ. വരുമ്പോൾ എന്താണെന്നറിയില്ല, ശരീരം വേദനിക്കുന്നു. സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് പോയതല്ലേ, അപ്പം അതുകൊണ്ട് ശരീരം ഇറങ്ങിയിട്ടാണോ എന്താണെന്ന് അറിഞ്ഞില്ല, ശരീരം വേദനിക്കണു പറഞ്ഞു. അപ്പം എന്തായാലും നേട്ടം വരുമ്പോൾ ഗുളിക വാങ്ങിയിട്ട് വരാൻ പറയണം. അങ്ങനെ അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ മോൾക്ക് കുറച്ച് ഉഷാറായിട്ടോ, ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചപ്പോൾ ഒത്തിരി ഉഷാറായ ആൾക്ക്. അപ്പോൾ പഴംപൊരി വേണമെന്ന് പറയുന്നു കേട്ടോ. കഴിക്കാൻ എന്തെങ്കിലും വേണം, വിശക്കണോ അമ്മ. അപ്പൊ പഴം വേവിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അത് വേണ്ട, പഴംപൊരി വേണമെന്നാ പറയുന്നുട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു പതിവായിട്ടുണ്ട് ഈ പഴംപൊരി ഉണ്ടാക്കല്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴംപൊരി. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ എണ്ണ നോക്കിയപ്പോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പൊ അടുത്ത കടയുണ്ട്, വേഗം പോയി വാങ്ങിട്ട് വരാം. പക്ഷെ എനിക്ക് എന്തോ മടിയാണ്, പോവാൻ വയ്യ എന്തായാലും ഇന്ന്. ഇനിയിപ്പോ ഏട്ടൻ ഒന്ന് വരുമല്ലോ. അപ്പൊ ഏട്ടൻ വന്നിട്ട് 4 സാധനങ്ങൾ, സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് കുറുനാട്ടിന്ന് തത്തനാട്ടിന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ കുറച്ചെണ്ണ ഉണ്ട്. അപ്പൊ അതിൽ കുറച്ച് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് ഇപ്പൊ പോണത്. അപ്പൊ രാവിലെ ഞാൻ കടയ്ക്ക് പോയിണ്ടായിരുന്നു കേട്ടോ നേരത്തെ. അപ്പൊ എനിക്ക് എണ്ണ വാങ്ങിക്കാൻ മറന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് മറന്നുള്ള എണ്ണയിൽ വെക്കാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ വൈകുന്നേരം പഴംപൊരി ഉണ്ടാക്കുന്നത് അറിയില്ലല്ലോ. ഇവളിപ്പോ പെട്ടെന്ന് വന്ന് പഴംപൊരി വേണം പറഞ്ഞപ്പോ ശരിയുള്ള എണ്ണയിൽ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. പഴം മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ പഴം. ഇനിയിപ്പോ ഇതിന് എന്തൊക്കെ വേണം? മൈദ വേണം, അരിപ്പൊടി വേണം. അപ്പൊ മൈദയുണ്ട്, പക്ഷെ അരിപ്പൊടി ഇല്ല കേട്ടോ. അരിപ്പൊടി ഇല്ല. അപ്പൊ ഞാൻ എന്തായാലും റവ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് റവയും മൈദയും കൂടി മിക്സ് ചെയ്തിട്ടാണ് പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എങ്ങനെ ഉണ്ടാകുന്ന അറിയില്ല, എന്തായാലും നമുക്ക് ഉണ്ടാക്കാം. ആദ്യം മാവൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. പിള്ളേർക്കൊക്കെ എണ്ണയിൽ ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടല്ലേ. മോള് ഫസ്റ്റ് ഒന്നും കഴിക്കണ്ടായിരുന്നില്ല കേട്ടോ. എണ്ണയിൽ മുക്കിയത് ഒന്നും കഴിക്കണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ഇവിടെ 8ാം ക്ലാസ്സിലെ സ്കൂള് മാറിയില്ലേ. അപ്പൊ അവിടെ ക്യാൻറ്റീനൊക്കെ വന്നു. ക്യാൻറ്റീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടുന്ന് എന്താ പറയാ, ഈ ബോണ്ട ബജ്ജിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് പഴംപൊരിയൊക്കെ കഴിച്ച് അങ്ങനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ എണ്ണ പലഹാരങ്ങളൊക്കെ. മുമ്പെന്ന് വെച്ചാൽ കഴിക്കില്ല കേട്ടോ. വിശക്കുമ്പോ ദോശ ഇഡ്ഡലി എന്തെങ്കിലും വേണമെന്ന് പറയുന്നല്ലാണ്ട് ഇങ്ങനത്തെ എണ്ണ പലഹാരങ്ങളൊന്നും മുമ്പൊന്നും മോൾക്കില്ലേ എണ്ണ പലഹാരങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അവിടെ ക്യാൻറ്റീനിൽ പോയി കഴിച്ച ശേഷം ഉണ്ടല്ലോ, മുമ്പൊന്നും കഴിക്കുകയില്ല കേട്ടോ. ഇപ്പോഴാണ് ഇങ്ങനത്തെ എണ്ണ പലഹാരങ്ങളും അതും ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. മുമ്പ് എനിക്ക് പണിയുണ്ടായിരുന്നില്ല കേട്ടോ. വിഷ്ണു പറഞ്ഞ ദോശ ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത പണി കഴിഞ്ഞു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പഴംപൊരിയോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ മാവ് റെഡി ആയിട്ടോ. പിന്നെ അതുപോലെ പഴവും മുറിച്ച് വെച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഇടണേ. എന്താന്ന് വെച്ചാല് എണ്ണ കുറച്ചേ ഉള്ളൂ കേട്ടോ. ചിലപ്പോ വലുതാക്കിയ എണ്ണയിൽ മുങ്ങാൻ പ്രയാസമാവില്ലേ, വറുത്തെടുക്കാൻ പ്രയാസമാവില്ലേ. അതുകൊണ്ട് തന്നെ ഒരു പഴത്തിന് 2 ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാവ് റെഡിയാക്കി. ഞാൻ പിന്നെ മഞ്ഞപ്പൊടി ഇട്ടില്ല കേട്ടോ, വെള്ളയ്ക്കാണ്. നമുക്ക് ഒരു കളറിന് വേണ്ടി മഞ്ഞപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ അപ്പൊ മഞ്ഞപ്പൊടി ഒന്നും ഇടുന്നില്ല. അപ്പൊ എന്തായാലും നമ്മുടെ പഴംപൊരി ഒന്ന് ഉണ്ടാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ഈ പഴത്തിന് ഇങ്ങനെ നന്നായി മാവിലൊന്ന് മുക്കിയ ശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരെണ്ണം കൂടി ഇടാം. അപ്പൊ നല്ല മൊരിമരാന്നിരിക്കുന്ന നമ്മുടെ വാഴയ്ക്കല്ല സോറി, പഴംപൊരി റെഡി ആയിട്ടോ. പഴം ബജ്ജി എന്നാണ് ഞാൻ പറയാൻ വന്നേ. നമ്മുടെ പഴം ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാം അതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പൊ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം നമുക്ക് ചായക്ക് എന്തെങ്കിലും ഇങ്ങനെ ചൂടുള്ള എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പൊ എന്തായാലും ഞാൻ ഈ പഴംപൊരിയൊക്കെ ഒന്ന് ചൂടോടുകൂടി മോൾക്ക് കൊടുത്തിട്ട് വരാം കേട്ടോ. അത് കാത്തിരിക്കുകയായിരിക്കും. അപ്പൊ അതുണ്ടാക്കിയിട്ട് വേഗം തന്നെ മോൾക്കൊന്ന് കൊടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ പഴംപൊരി ഇതാ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചായയും വെച്ചു കേട്ടോ. ഇടയിൽ പാലൊക്കെ വന്നു, പാൽക്കാരൻ വന്നോട്ട് 5:30 ആയി. അപ്പൊ ചായയൊക്കെ വെച്ചു. ഇതാ നമ്മുടെ പഴംപൊരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മോൾക്ക് 4 കഴിക്കാൻ കൊടുത്തു, അപ്പോഴേ കൊടുത്തു. അവള് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും വൈകുന്നേരം ചായയൊക്കെ കുടിച്ചിട്ട് വരാം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു പഴംപൊരി? പനി കുറവുണ്ടോ?
കണ്ണൂരുണ്ടാ നമുക്ക് പഴമ്പൊരി അധികം കഴിക്കണ്ട. അങ്ങനൊന്നും കേട്ടോ, കുറച്ച് എണ്ണയുള്ളൂ. ഒരുപാട് എണ്ണ പിന്നെ എണ്ണയില് മുക്കി എടുക്കുന്ന സാധനം എണ്ണ ഇല്ലാണ്ടിരിക്കോ? അല്ല എന്നില്ലത് പിന്നെ ഇതാ മോള് കുറച്ച് ഉഷാറായപ്പോൾ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവളുടെ ട്യൂഷൻ്റെ അവിടുത്തെ കുറേ നേരം അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ രാത്രിക്കുള്ള ടിഫിൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം നേട്ടം വരും. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കിയാൽ മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ റവ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, വറുത്ത റവ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഉപ്മാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ പോയി ഷോപ്പ് അടയ്ക്കാമെന്ന് വിചാരിച്ചു. ഏട്ടന് ഉപ്മാവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, വെള്ളറു ഉപ്മാവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ സാധാ പോലെ തന്നെ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായി വഴറ്റിയിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് എണ്ണയിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റൊന്നും ഇടുന്നില്ല. അപ്പോൾ ഈ സംഭവങ്ങൾ മാത്രം നന്നായി വഴറ്റിയ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ. മഞ്ഞ കളറിൽ ഇരിക്കണതാണ് കേട്ടോ ഏട്ടനൊക്കെ ഇഷ്ടം. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഉപ്മാവ് റെഡിയായി. വെള്ളറവ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏട്ടൻ പഴം വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴം വേവിച്ചാൽ നമുക്ക് ഉപ്മാവിന് റെഡി ആയില്ല. അപ്പോൾ രാത്രിക്കുള്ള ടിഫിനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അതാ കണ്ണമ്മ ചേച്ചി ദോശ ഉണ്ടാക്കാനുള്ള പണിയിലാണ് കേട്ടോ. മോളിതാ ടി വി പനിക്കുന്നു പറഞ്ഞില്ലേ, അപ്പോൾ ചെറുതായിട്ട് ക്ഷീണമുണ്ട്. അപ്പോൾ അവിടെ കടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി ഷോപ്പ് അടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം ഇന്ന് 8 മണിയായിട്ട്, അല്ലെങ്കിൽ ഞാൻ 7:30-ക്കൊക്കെ അടയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഇന്ന് 8 മണിയായി ഷോപ്പ് അടയ്ക്കാനായിട്ട്. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് മഴയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അടയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മഴയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, കോട്ടൊക്കെ ഇട്ടിട്ടൊക്കെ വേണം അടയ്ക്കാൻ. ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരുടെയും ടാർപ്പായൊക്കെ വലിച്ച് കെട്ടി വെക്കണം കേട്ടോ. അപ്പോൾ രാവിലെയും വൈകുന്നേരം നമുക്കൊരു പണിയാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഷോപ്പൊക്കെ അടയ്ക്കണ പണിയുടെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ ഒരു 8:30 ചിലപ്പോൾ 9 മണിയാവും, ചിലപ്പോൾ 8:30 ആവും കേട്ടോ. ബസ് കിട്ടണതിൻ്റെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഏട്ടൻ എത്തിയിട്ടില്ല. അപ്പോൾ ഞാനിത് അടച്ച് മേലൊക്കെ കഴുകി വരുമ്പോഴേക്കൊക്കെ ഏട്ടൻ എത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക, ഷോപ്പിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അകത്തേക്ക് പോയി ഇനിയിപ്പോൾ പണി വീട്ടിൽ പോയിട്ട് ഞാൻ എന്തായാലും ടിഫിനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. അപ്പോൾ കാര്യമായിട്ട് പണിയൊന്നുമില്ല. അപ്പോൾ മെലി കഴുകണം. പിന്നെ മോൾക്ക് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവൾ ഉപ്മാവ് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി കഞ്ഞി വെക്കണം എന്താണെന്ന് അറിയില്ല, അടുത്ത് ചോദിക്കണം, അല്ലെങ്കിൽ ഉപ്മാവിനെ കഴിപ്പിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ മേലൊക്കെ കഴുകി ഫ്രഷായി വന്നു. ഷോപ്പൊക്കെ അടച്ചൊന്ന് മേലൊക്കെ കഴുകി ഫ്രഷായാൽ തന്നെ ഒരു സമാധാനം ആവുള്ളൂ കേട്ടോ. ആകെ പൊടിയും മണ്ണും, റോഡ് സൈഡല്ലേ, അതുകൊണ്ട് നിറയെ പൊടിയും മണ്ണൊക്കെ നമ്മുടെ മേലൊക്കെ ആവും. അങ്ങനെ ഇതാ ഏട്ടൻ വന്നു കേട്ടോ. ഏട്ടൻ വന്ന് മേലൊക്കെ കഴുകി. പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്മാവും പഴവും വേവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ഏട്ടന് പഴംപൊരി കൊടുത്തപ്പോൾ ഏട്ടന് പഴംപൊരി അപ്പോഴേ നമ്മൾ ഉണ്ടാക്കിയില്ലേ, ഒരു പകുതിയേ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഞാൻ അവൾക്കൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് കുറച്ച് 2 വായ ഉപ്മാവും പഴവും കൂടി കൊടുത്തു. 2 വായേ കഴിച്ചുള്ളൂ കേട്ടോ. 2 വായ മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ഞാനും ഉപ്മാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.